നമസ്കാരം. സ്മാർട്ട് കോർ PSCയുടെ PYQ സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. 2. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. 3. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഓപ്ഷൻസ്: എ 1, 2 ശരി, ബി 2, 3 ശരി, സി 1 മാത്രം ശരി, ഡി എല്ലാം ശരി. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. നമുക്കറിയാം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറ അച്ഛന്റെ ആത്മകഥയാണ് ആത്മാനുതാപം. നമുക്ക് ഓപ്ഷൻസിലൂടെ വിശദമായി പോകാം. ആത്മവിദ്യാസംഘം കേരളത്തിലെ മതാന്ധതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ 1917 വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘമാണ് ആത്മവിദ്യാസംഘം. ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹാരാധനയ്ക്കുമെതിരെയുള്ള പോരാട്ടം ലക്ഷ്യം വെച്ച ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 ഈ കവിത പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 1917 വാഗ്ബടാനന്ദൻ ആരംഭിച്ച സംഘമാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അടുത്തത് സ്വദേശാഭിമാനി പത്രം. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നാടായ 5 തെങ്ങിൽ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. 1906 വരെ പത്രാധിപർ ചിറയിൻകീഴ് CP ഗോവിന്ദപിള്ളയായിരുന്നു. 1906 പ്രഗത്ഭനായ K രാമകൃഷ്ണപിള്ള പത്രാധിപരായി. അദ്ദേഹം പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെട്ടു. 1907 പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ സർക്കാർ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. പ്രധാനമായും വർഷങ്ങളാണ് ഓർത്തിരിക്കാനുള്ളത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമായിരുന്നു സ്വദേശാഭിമാനി. വക്കം മൗലവിയുടെ നാടായ 5 തെങ്ങിലാണ് പ്രസ്സും പത്രവും തുടക്കം കൊണ്ടത്. 1906 വരെ പത്രാധിപർ ചിറയൻകീഴ് CP ഗോവിന്ദപിള്ളയായിരുന്നു. 1906 പ്രഗത്ഭനായ K രാമകൃഷ്ണപിള്ള അഥവാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായി. 1907 പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ സർക്കാർ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറ അച്ഛൻ സ്ഥാപിച്ച സഭകളാണ്. ചാവറ അച്ഛൻ സ്ഥാപിച്ചതാണ് CMI-യും CMC-യും. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI സന്യാസി സഭ. അതിന്റെ ഫുൾ ഫോം കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ്. 1831 ചാവറ അച്ഛൻ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായ CMI സന്യാസി സഭ സ്ഥാപിച്ചത്. അതേപോലെ തന്നെ ചാവറ അച്ഛൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമാണ് CMC കോൺഗ്രേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ. CMC 1866 ചാവറ അച്ഛൻ സ്ഥാപിച്ചത്. അതേപോലെ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതും ചാവറ അച്ഛൻ തന്നെയാണ്. അപ്പൊ പ്രധാനമായും CMI സന്യാസി സഭയും CMC കന്യാസ്ത്രീ മഠവുമാണ് ഓർത്തിരിക്കാനുള്ളത്. 1831 CMI സന്യാസി സഭയും 1866 CMC കന്യാസ്ത്രീ മഠവും സ്ഥാപിച്ചു. അടുത്ത ചോദ്യം: സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻസ്: എ വൈകുണ്ഠ സ്വാമികൾ, ബി ചട്ടമ്പി സ്വാമികൾ, സി വാഗ്ബടാനന്ദൻ, ഡി അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികൾ. നമുക്ക് ഓപ്ഷൻസിലൂടെ നോക്കാം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. അദ്ദേഹം 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. അതായത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കർശനമായി പാലിക്കപ്പെടുകയും അത് ലംഘിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന സാമൂഹ്യാവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത്. അദ്ദേഹം കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്നും തിരുവിതാംകൂർ ജനങ്ങളെ അതായത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന സമപന്തി ഭോജനമൊക്കെ ആരംഭിച്ചത്
വൈകുണ്ഠസ്വാമികളാണ്. ഇപ്പൊ പ്രധാനമായും സമത്വ സമാജത്തെ കൊണ്ട് പറയുകയാണെങ്കിൽ 1836 സ്ഥാപിച്ചത്. സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അടുത്തത് സാധുജന പരിപാലന സംഘം. 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. 1913 മുഖപത്രം ആരംഭിക്കുന്നത്. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ചെമ്പന്തറ കാളി ചോതി കറുപ്പനായിരുന്നു. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷമാണ് 1938. ഒന്നുകൂടെ നോക്കാം. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അദ്ദേഹത്തിന് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഈ മുഖപത്രത്തിന്റെ ആദ്യ എഡിറ്റർ ചെമ്പന്തറ കാളിചോതി കറുപ്പനാണ്. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി. അടുത്ത ചോദ്യം, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ജ്യോതിറാവ് ഫുലെ, ബി DK കാർവെ, സി ബാലഗംഗാധര തിലക്, ഡി പണ്ഡിത രമാബായി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, DK കാർവെ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ജ്യോതിറാവ് ഫുലെ 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലെ സത്താറയിൽ ജനിച്ച ജ്യോതിറാവ് ഫുലെ ഇന്ത്യയിൽ ആദ്യമായി ശിവ് ജയന്തി അല്ലെങ്കിൽ ഛത്രപതി ശിവജിയുടെ ജന്മദിനം സംഘടിപ്പിച്ച വ്യക്തിയാണ്. BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു കൂടെയാണ് ജ്യോതിറാവ് ഫുലെ. അദ്ദേഹം സത്യശോധക് സമാജ് സ്ഥാപിച്ചു. 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. സത്യശോധക് സമാജിന്റെ മുഖപത്രമാണ് ദീനബന്ധു. ഒന്നുകൂടെ നോക്കാം. മഹാരാഷ്ട്രയിലെ സത്താറയിൽ 1827 ഏപ്രിൽ 11 ജ്യോതിറാവ് ഫുലെയുടെ ജനനം. ഇന്ത്യയിൽ ആദ്യമായി ശിവ് ജയന്തി സംഘടിപ്പിച്ച വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ്. 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചു. അതിന്റെ മുഖപത്രമാണ് ദീനബന്ധു. ജ്യോതിറാവ് ഫുലെയും ഭാര്യ സാവിത്രിബായിയും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിച്ച വർഷമാണ് 1848. ജ്യോതിറാവ് ഫുലെയുടെ പ്രധാന പുസ്തകങ്ങളാണ് ഗുലാംഗിരി, ഇഷാര തുടങ്ങിയവ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവ് ഫുലെയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ധനഞ്ജയ കീർ. 1890 നവംബർ 28 അദ്ദേഹം മരണപ്പെട്ടു. അടുത്തത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര ദേശീയവാദ വിഭാഗത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയും ബാലഗംഗാധര തിലക് തന്നെയാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. അതായത് വാലന്റൈൻ ഷിറോൾ തന്റെ ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകത്തിൽ ആണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ബാലഗംഗാധര തിലക്. സ്വയം ഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം 1916. ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് മറാത്ത. അദ്ദേഹത്തിന്റെ മറാത്തി പത്രമാണ് കേസരി. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നും ഇന്ത്യൻ അശാന്തിയുടെ പിതാവും എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. 1916 പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് മറാത്ത. അദ്ദേഹത്തിന്റെ മറാത്തി പത്രമാണ് കേസരി. അടുത്തത് പണ്ഡിത രമാബായി. സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണയും സംസ്കൃത പണ്ഡിതയുമായിരുന്ന പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാലവിവാഹത്തിനെതിരെയും പ്രവർത്തിച്ചു. 1881 പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. 1889 ബാലവിധവകൾക്കായി ശാരദാ സദൻ, അതായത് അതൊരു പഠന ഭവനമാണ്, ആരംഭിച്ചു. ഒന്നുകൂടെ നോക്കാം.
സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണയും സംസ്കൃത പണ്ഡിതയുമായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാലവിവാഹത്തിനെതിരെയും പ്രവർത്തിച്ചു. ഇതിന്റെയൊക്കെ ഫലമായി 1881 പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. 1889 ബാലവിധവകൾക്കായി ശാരദാ സദൻ എന്ന പഠന ഭവനവും ആരംഭിച്ചു. പണ്ഡിത രമാബായിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1989 ലാണ്. താങ്ക് യു.